ഹലോ, ഇത് ഞാൻ തെങ്ങിന് ചെല്ലിക്കൊരു നല്ലൊരു റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒരു വളവും ഇടാൻ പോവുകയാണ്. നമ്മുടെ പച്ചമുളകൊക്കെ പാകമായിട്ട് ഉണ്ട്, അതുപോലെ വെണ്ട പാകമായിട്ടുണ്ട്, വെണ്ടയ്ക്ക കിട്ടി. അങ്ങനെ മിക്ക പച്ചക്കറികളും നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ തന്നെ നട്ട് നമ്മൾ തന്നെ വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതൊരു നല്ലതല്ലേ. അത് അനുഭവിച്ചറിയുന്നവർക്കേ അറിയത്തുള്ളൂ അതെന്തുമാത്രം ഹാപ്പിനെസ് നമുക്ക് കിട്ടുമെന്ന്. ഇപ്പോൾ പച്ചമുളകൊക്കെ പറിച്ചു. പിന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. നമ്മൾ ചെയ്യുന്ന ഏത് കൃഷിയായാലും, ഈവൻ ടെറസ് ഗാർഡനിങ് ആയാലും, മുറ്റത്തെ കൃഷിയാണെങ്കിലും പറമ്പിലെ കൃഷിയാണെങ്കിലും ഇച്ചിരി കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇപ്പം തന്നെ നമ്മൾ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ചെറിയ ചട്ടിയിലാണ് ഈ കുറ്റിക്കുരുമുളക് ഓരോന്നും നട്ടു വെച്ചിരിക്കുന്നത്. അതിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായത് കൂടുതലുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ചട്ടിയിൽ കുറച്ച് വളവുമൊക്കെ മിക്സ് ചെയ്ത് മണ്ണ്, ഇപ്പം ഞാനിപ്പം പ്രിപ്പയർ ചെയ്ത വളം വെച്ചിട്ട് മണ്ണും കൂടെ മിക്സ് ചെയ്ത് എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറ്റിക്കുരുമുളകിൽ നിന്ന് ഒരു ആവശ്യത്തിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ക്കുന്ന കുരുമുളകായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ തിരി വന്നിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ ചില സമയത്ത് ഇങ്ങനെ മഞ്ഞളിപ്പ് വരും. അപ്പോൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം എപ്സം സോൾട്ട് ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. മഞ്ഞളിപ്പൊക്കെ മാറി നല്ലപോലെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ കുക്കുംബറാണ്, അതായത് നമ്മുടെ സാലഡ് കുക്കുംബർ. സാലഡ് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയുള്ളത് ഉണ്ടായിക്കഴിയുമ്പോൾ അന്നേരം തന്നെ പറിച്ച് കഴിക്കുക. അപ്പം വേറെ ഒരു പെസ്റ്റിസൈഡും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂട്രിയൻസിൻ്റെ വാല്യൂ ഒക്കെ ഒത്തിരി കൂടുതലാണെന്ന് മാത്രമല്ല, പെസ്റ്റിസൈഡ് ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചമുളകിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്സം സോൾട്ട് അല്ലെങ്കിൽ മാഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അത് ചെറിയൊരു ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പച്ചമുളകിന് വരുന്നൊരു വാട്ടവും മഞ്ഞളിപ്പും ഒക്കെ മാറി നല്ലപോലെ കായ്ക്കാൻ നല്ലതാണ് ഈ എപ്സം സോൾട്ട്. അപ്പോൾ നമ്മുടെ വളവെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറ്റിക്കുരുമുളകിനായാലും നമ്മുടെ പച്ചമുളകിന്, തക്കാളിക്ക്, പിന്നെ എല്ലാത്തിനും ഇടുന്ന ഈ ഒരു മിക്സാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല മണ്ണിൻ്റെ അകത്തേക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു വളവും ഇല്ല. വെറും എല്ലുപൊടിയും ഉണ്ട്, അതുപോലെ തന്നെ ചാണകപ്പൊടി. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ മഴയൊക്കെ വന്ന് ഭയങ്കര മഴയല്ലായിരുന്നു. ആ മഴയൊക്കെ പെയ്ത് പോയതിന് ശേഷം ചട്ടിയിലുള്ള വളമെല്ലാം ഒലിച്ചു പോയി കാണും. അപ്പം വളമിട്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി ആയാലും എല്ലാം ഇങ്ങനെ ഒരുപാട് കൃഷിയുള്ളവർ തൂമ്പ ഉപയോഗിച്ചാണെങ്കിലും മണ്ണ് ഇങ്ങനെ അതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇഞ്ചിയൊക്കെ നല്ലപോലെ ഉണ്ടായി വരത്തുള്ളൂ. ഇങ്ങനെ മുകളിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം. വളം ഇട്ടതിന് ശേഷം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വളമിട്ട് മണ്ണൊക്കെ കൂട്ടി കൊടുക്കുക. പിന്നെ നല്ലപോലെ മഴയില്ല എങ്കിൽ നല്ലപോലെ നനച്ചും കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും രാസവളങ്ങളെ അപേക്ഷിച്ച് ചെടികൾ അങ്ങനെ ഉണങ്ങിപ്പോകത്തില്ല. പിന്നെ ഇത് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. ഇത് കേട്ടോ, ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഓൾറെഡി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. വഴുതനയുടെയൊക്കെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഇലകളങ്ങ് വരും. അന്നേരം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു കായ്ഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അധികമുള്ള ഇലകളുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. എക്സ്ട്രാ ഒരുപാട് ഇലകൾ അതിൽ ആവശ്യമില്ല. അപ്പോൾ ആവശ്യം വേണ്ടാത്ത ഇലകൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. പിന്നെ വളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലപോലെ നനച്ച് കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിലും നല്ല വെയിലും, അതുപോലെ തന്നെ ചെടികളാണെങ്കിലും ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ നനച്ച് കൊടുക്കുക വളം ഇട്ട് കൊടുത്തതിന് ശേഷം. അപ്പോൾ കുരുമുളക് കണ്ടോ, നല്ല ഒരു കുറ്റിക്കുരുമുളകാണ്. ഇത് നമുക്ക് തന്നെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ. മറ്റേ സാധാരണ മരത്തിലൊക്കെയാവുന്ന വലിയ കുരുമുളകിൽ നിന്ന് മുറിച്ചെടുത്ത് നമുക്ക് തന്നെ നട്ട് ഇതുപോലെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തിരി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനതിന് മഴ കഴിഞ്ഞതിന് ശേഷം വളമൊക്കെ അടുപ്പിച്ച് കേട്ടോ ചട്ടിയിലേക്കെല്ലാം നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വൈകിട്ടാകുമ്പോഴാണ് ഇതിന് നനച്ച് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് ലേറ്റ് ആകാതെ അതിന് മുമ്പ് നല്ലപോലെ നനച്ച് തണുപ്പിച്ചാണ് ചെടികളെല്ലാം നിർത്തുന്നത്.
കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് ഈ കുരുമുളകിനൊക്കെ കൊടുക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ, വേറെ സ്പെഷ്യലായിട്ടൊന്നും കൊടുക്കാറില്ല. പിന്നെ പ്ലാന്റ് ബൂസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പൂക്കാനും കായ്ക്കാനും ഒക്കെയുള്ള വളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ മാക്സിമം വളങ്ങളും പ്രത്യേകിച്ച് ഈ പച്ചക്കറികൾക്കും കുരുമുളകിനും ഒക്കെ ഉള്ളത് ഞാൻ ചെയ്യാറുള്ളത് വാങ്ങുന്നതിനേക്കാട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്, പെസ്റ്റിസൈഡായിട്ടാണെങ്കിലും ഒക്കെ. ഇത് കണ്ട് ഈ ഞാൻ കുക്കുംബറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിറയെ ഇലകളാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് കുക്കുംബറൊക്കെ നല്ലപോലെ ഉണ്ടാകാൻ വേണ്ടി അധികമുള്ള ഇലകളൊക്കെ അങ്ങ് ജസ്റ്റ് കട്ട് ചെയ്ത് കളയണം. ഒത്തിരി ഇലകൾ നിർത്തേണ്ട കാര്യമില്ല, ഒന്നിടവിട്ടുള്ള ഇലകൾ മാത്രം നിർത്തിയാൽ മതി, അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് കായ്ച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഇത് കായ്ക്കുന്നൊരു ടൈപ്പാണ്. പിന്നെ നമ്മൾ ഏത് നട്ടാലും നല്ല ടൈപ്പ് സീഡ്, നല്ല ഹൈബ്രിഡ് സീഡ്സോ നല്ല കിളിക്കുമെന്ന് ഉറപ്പുള്ള സീഡ്സ് വാങ്ങിക്കുക. അല്ലെങ്കിൽ ചിലതൊന്നും എത്ര സീഡ്സ് ഇട്ടാലും കിളിക്കാത്ത ടൈപ്പോ, കിളിക്കത്തില്ല. അപ്പോൾ നല്ലതുപോലെ വിശ്വാസമുള്ള സൈറ്റിൽ നിന്നായാലും വിശ്വാസമുള്ളവരുടെ കയ്യിൽ നിന്നും സീഡ്സ് വാങ്ങി ഇടുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ തക്കാളിയൊക്കെ നല്ലപോലെ നട്ടിട്ടുണ്ട്, തക്കാളിയൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. തക്കാളി, കുക്കുംബർ, അതുപോലെ നമ്മുടെ പച്ചമുളക്, സുക്കിനിയാണ് ഇതിൽ നിൽക്കുന്നത്, സുക്കിനിയുണ്ട്. അതുപോലെ വെണ്ട ഒക്കെ ഉണ്ട്. അപ്പോൾ വെണ്ടയുടെയൊക്കെ ഇലയ്ക്കകത്താണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ പുഴുവിൻ്റെ ഒരു കൂട് പോലെ ഇങ്ങനെ വെച്ച്. അപ്പം ഞാൻ ചെയ്യുന്നത് ആ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഉള്ളിത്തോലൊക്കെ ഇട്ട് വെച്ച ഒരു സ്പ്രേ ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം, ഉടനെ തന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുവിധം നമുക്ക് ഇതിൻ്റെ ഇലയുടെ ഇങ്ങനെ ഈ കുത്തി ഉണ്ടാകുന്ന ഇതിൽ നിന്ന് നമുക്ക് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പച്ചക്കറികൾക്ക് എപ്പോഴും നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വളം കൊടുക്കണം. ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ചാണകപ്പൊടിക്കകത്തൊക്കെ നൈട്രജൻ നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാഷ്, NPK ഉള്ള വളങ്ങൾ, എല്ലുപൊടിക്കകത്ത് നല്ലപോലെ ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ചെടികൾ പൂക്കാൻ സഹായിക്കുന്നതാണ്. പൂക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ തണ്ടിനൊക്കെ നല്ല ദൃഢത കൊടുക്കാനും ഈ എല്ലുപൊടി സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിലും ഇതൊക്കെ മിക്സ് ചെയ്ത് നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് റാഡിഷാണ്, റാഡിഷും പെട്ടെന്ന് കിളിക്കും. റാഡിഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിളിച്ച് വരും. ഇതിനും വളം ഇട്ടിട്ട് മണ്ണ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് കിളിച്ച് വരാൻ നല്ലതാണ്. റാഡിഷ്, ക്യാരറ്റ് എല്ലാം വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇവിടെ പിടിച്ച് കിട്ടും. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വളങ്ങൾ ഇടുന്നതിലും ജൈവികമായിട്ടുള്ള ജൈവ വളങ്ങൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം കാരണം ഇത് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പച്ചക്കറികളായതുകൊണ്ട് ടെറസ് ഗാർഡനിങ്ങിനായാലും ഒക്കെ ജൈവ വളങ്ങളും അതുപോലെ തന്നെ ജൈവ പെസ്റ്റിസൈഡ്സും മാത്രം ഉപയോഗിക്കുക. കാരണം കീടങ്ങൾ വരാതിരിക്കാൻ നമുക്ക് തന്നെ ഉള്ളിക്കഷായം അങ്ങനെ, അല്ലെങ്കിൽ ഇതുപോലെ ചെടികളുടെ വളർച്ചയെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വളങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഉള്ളിയുടെ തോല്, അതുപോലെ തന്നെ മുട്ടത്തോട്, ഇതൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഉള്ളിയുടെ ഉള്ളിത്തണ്ട് കിളിപ്പിച്ചേക്കുന്നതാണ്. ഈ ഉള്ളിത്തണ്ട് നമുക്ക് തോരൻ വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ കുരുമുളകിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തെങ്ങിനെ പറ്റിയൊരു വീഡിയോ, ആ തെങ്ങിന് ചെല്ലിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല തെങ്ങുകൾ ചെല്ലിയുടെ ശല്യം കൊണ്ട് നമ്മുടെ ഈ ഏരിയയിൽ പൊതുവേ ചെല്ലിയുടെ ശല്യം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഈ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പും അതുപോലെ തന്നെ മണലും. അപ്പം മണൽ നമുക്ക് കിട്ടാൻ കുറവായതുകൊണ്ട് എംസാൻഡ് എന്ന് പറഞ്ഞാൽ മണൽ പോലെ തന്നെ മണലിന് പകരമായിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഞാനിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈക്കോ ലെമോണ്ടിൽ മണലും അതുപോലെ തന്നെ ഈ ഉപ്പും, മണലല്ല എംസാൻഡും നമ്മുടെ കല്ലുപ്പും കൂടെ നല്ലപോലെ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതേപോലെ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കും. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ തെങ്ങിൻ്റെ കവളയിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. കമ്പൗണ്ട് കുത്തി നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. അന്നേരം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെല്ലികൾ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അത് തിരിച്ച് പറന്ന് പോകുമ്പോൾ ഈ കല്ല്, ഈ ഉപ്പിൻ്റെ ഇതൊക്കെ കൊണ്ടത്
പിന്നീട് തിരിച്ചു വരത്തില്ല, പിന്നെ അങ്ങ് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എല്ലാ തെങ്ങിലും ഇത് ചെറിയ തെങ്ങിനും വലിയ തെങ്ങിനും എല്ലാം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല എഫക്റ്റീവാണ്. പിന്നെ ഒരുപാട് ചിലവൊന്നുമില്ല. കല്ലുപ്പിനായാലും എംസാൻഡ് ഇപ്പം എല്ലാവരുടെയും വീടുകളിലുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമില്ലെങ്കിൽ മണൽ ഉള്ള പ്രദേശമാണെങ്കിൽ മണൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ കൃഷിയുടെ എന്തെങ്കിലുമൊക്കെ ടിപ്സോ ഒക്കെ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.